ഇന്ന് നവംബർ 8. ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ പുതിയ കണക്കുകൾ വെളിപ്പെടുത്താൻ ഉചിതമായ സമയം. 2016 നവംബർ 8-നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പ്രഖ്യാപനം നടത്തിയത്. നോട്ട് നിരോധനം. പിന്നീട് അങ്ങോട്ട് നമ്മൾ അധ്വാനിച്ച് സ്വരുക്കൂട്ടി വെച്ച രൂപകൾ മാറിയെടുക്കാനായി ബാങ്കുകൾക്ക് മുന്നിൽ വരി നിൽക്കുന്ന നാളുകളായിരുന്നു. അന്ന് നോട്ട് നിരോധനത്തെ ന്യായീകരിച്ചവർ പറഞ്ഞത് ഈ ധീരമായ തീരുമാനം രാജ്യത്ത് നിന്ന് കള്ളനോട്ടിനെ തുടച്ചു നീക്കാൻ വേണ്ടിയാണെന്നാണ്. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷവും രാജ്യത്ത് കള്ളനോട്ടുകൾ സുലഭമാണ് എന്നാണ് പുതിയ കണക്കുകൾ വ്യക്തമാകുന്നത്. മോദി സർക്കാർ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ നോട്ട് നിരോധനത്തിന് ശേഷവും രാജ്യത്ത് കള്ളനോട്ടിന്റെ മൂല്യത്തിൽ 76% വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ. നോട്ട് നിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനായില്ല എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. 2017 പിടിച്ചെടുത്തത് 28.1 കോടി മൂല്യം വരുന്ന കള്ളനോട്ടുകളാണ്. ഇതിൽ 14.98 കോടിയും നോട്ട് നിരോധനത്തിന് ശേഷം അവതരിപ്പിച്ച 2000 നോട്ടുകളുടേതാണ്. 2017 3,55,994 എണ്ണവും 2016 2,81,839 എണ്ണവും വ്യാജ കറൻസികളാണ് വിവിധ ഏജൻസികൾ പിടിച്ചെടുത്തത്. 2016 വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ 26.3% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2017 മൊത്തം പിടിച്ചെടുത്ത കറൻസികളിൽ 74,898 എണ്ണം 2000-ന്റേതാണ്. 1,02,815 എണ്ണം 500-ന്റെയും പഴയ നോട്ടും 65,731 പഴയ 1000-വും കണ്ടെത്തി. പുതിയ 500-ന്റെ 92,778 വ്യാജനാണ് പിടിച്ചെടുത്തത്. ബാക്കിയുള്ളവ 100-ന്റെ വ്യാജ നോട്ടുകളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കള്ളനോട്ടുകൾ പിടിച്ചെടുത്തത്. 9 കോടി കള്ളനോട്ടുകൾ. 2000-ന്റെ 40% വ്യാജ നോട്ടുകളും പിടിച്ചെടുത്തത് ഇവിടെ നിന്ന് തന്നെ. ഡൽഹിയാണ് 2ാം സ്ഥാനത്തുള്ളത്. 6.78 കോടി രൂപയാണ് ഇവിടെ നിന്ന് പിടിച്ചെടുത്തത്. മൊത്തം കറൻസിയുടെ 32%. കേരളത്തിൽ നിന്ന് 1.3 കോടിയുടെ കള്ളനോട്ടുകളാണ് കണ്ടെടുത്തിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്ന് 1.93 കോടിയും UP-യിൽ നിന്ന് 2.86 കോടിയും പിടിച്ചെടുത്തു. അതോടൊപ്പം 2000 രൂപ നോട്ടുകളുടെ നല്ലൊരു ഭാഗവും ഇപ്പോൾ വിപണിയിൽ ഇല്ല എന്നും അവ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് എന്നും കേന്ദ്ര സർക്കാരിന്റെ മുൻ സാമ്പത്തികകാര്യ സെക്രട്ടറി സുഭാഷ് ചന്ദ്ര ഗാർഗ് പറഞ്ഞു. 2000 രൂപ നോട്ടുകൾ അസാധുവാക്കാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നേരത്തെ 2000 രൂപ നോട്ടുകൾ അച്ചടിക്കുന്നത് RBI നിർത്തിവെച്ചിരുന്നു. എന്നാൽ നോട്ടുകൾ പിൻവലിക്കുന്നതിന് ഉദ്ദേശമില്ല എന്നും RBI വ്യക്തമാക്കിയിരുന്നതാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.